കണ്ണൂർ അടുത്തിലയിൽ SBI ജീവനക്കാരി ദിവ്യയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയേറുന്നു. മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ദിവ്യ സുഹൃത്തിനോട് നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ റിപ്പോർട്ടിന് ലഭിച്ചു. ഭർത്തൃവീട്ടിൽ നിന്നുണ്ടായ പീഡനങ്ങളെക്കുറിച്ചാണ് ചാറ്റിൽ ദിവ്യ വിവരിക്കുന്നത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ദിവ്യയുടെ അച്ഛൻ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. വിവാഹത്തിനു ശേഷം ദിവ്യ ജീവിച്ചത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്നതിന്റെ തെളിവുകളാണ് സുഹൃത്തായ ഡോക്ടർ അപർണയും ദിവ്യയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ. ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് ഈ വാട്സപ്പ് ചാറ്റുകൾ വ്യക്തമാക്കുന്നു. മരിച്ച നിലയിൽ ദിവ്യയെ കണ്ടെത്തുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഭർത്തൃവീട്ടിലെ പീഡനം ദിവ്യ അപർണയോട് സംസാരിച്ചിരുന്നു. ഇവൻ ലാസ്റ്റ് അയച്ച മെസ്സേജിൽ വരെ ഇവരുടെ ടോർച്ചറിനെ പറ്റിയാണ് പുള്ളിക്കാരി പറഞ്ഞത്. അന്ന് രാത്രി പോലും ഒരു 8 മണിക്ക് അയച്ച മെസ്സേജിലും ഇവർ അത്രത്തോളം ഉപദ്രവിക്കുന്നു എന്നാണ് പറഞ്ഞത് മാനസികമായി. അപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞു, ഇത്രയൊക്കെ ആണെങ്കിൽ ഇറങ്ങി വരാൻ മോനെയും കൂട്ടിയിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അന്നും പറഞ്ഞു. മാനസിക രോഗിയാക്കി മാറ്റി നിർബന്ധപൂർവ്വം മരുന്ന് കഴിപ്പിച്ചിരുന്നുവെന്ന് അപർണയുമായി നടത്തിയ ചാറ്റിൽ പറയുന്നു. കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ മകനെ ഭർത്തൃമാതാവ് തെറി വിളിക്കാറുണ്ടെന്നും ചാറ്റിൽ ദിവ്യ പറയുന്നുണ്ട്. പക്ഷെ ചേച്ചി പറയുന്നത് ഈ ഭർത്താവ് അതിനു മുമ്പ് കണ്ട ആളായിരുന്നില്ല എന്നാണ്. ഈ എല്ലാത്തിനും കുറ്റം പറയും. അവിടുത്തെ അമ്മയാണെങ്കിലും കുറ്റവും കുറവും മാട്ടും തുപ്പും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ വഴക്കിടുമ്പോൾ തിരിച്ച് മറുപടി കൊടുത്താൽ നീ മാനസിക രോഗിയാണെന്നും പറഞ്ഞ് അടിച്ചേൽപ്പിക്കും. ഇപ്പോൾ ഇല്ലാത്ത രോഗത്തിന് നിർബന്ധിച്ച് ഒരു സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയും വരെ കാണിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. ദിവ്യയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് ഭർത്താവ് പറയുമ്പോഴും ഡോക്ടറെ കാണാൻ തനിച്ചാണ് അയച്ചിരുന്നതെന്ന് ദിവ്യ പറഞ്ഞതായി കുടുംബ സുഹൃത്ത് ഡോക്ടർ നിഷ സേതു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഡിസംബർ ആ സമയത്താണെന്ന് തോന്നുന്നു ഇങ്ങനെ മോളോട് ചോദിച്ചിരുന്നു, ഏതെങ്കിലും ഡോക്ടേഴ്സിനെ അറിയോ എന്നെ ഇവർ പറയുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് വിചാരിച്ചു കാണും ഒരു ഫാമിലി കൗൺസിലിംഗ് ആയിരിക്കും ഉദ്ദേശിച്ചത് എന്നുള്ള നിലയ്ക്കായിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷേ മാത്രം പോണ്ടി വന്നു, പുള്ളി പോയില്ല. അപ്പം കൗൺസിലിങ്ങിൻ്റെ അടുത്തുനിന്ന് പിന്നെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴും ദിവ്യ ചോദിക്കുന്നത് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം മോളാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്ത് അപ്പോഴും പുള്ളി കൂടെ പോയിട്ടൊന്നുമില്ല, ഇവളൊറ്റയ്ക്ക് പോയി. ദിവ്യയുടെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹതകൾ ബാക്കിയാണ്. മകന്റെ മൊഴിയും ദിവ്യയുടെ വാട്സപ്പ് ചാറ്റുകളും വ്യക്തമാക്കുന്നത് ഭർത്തൃവീട്ടിൽ ക്രൂരമായിട്ടുള്ള പീഡനം നടന്നുവെന്ന് തന്നെയാണ്. കൃത്യമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.